എല്ലാവരായിട്ടും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഞാൻ ഭയങ്കര റിലേഷനിലാണ്. ചില കേസിൽ വരാറുണ്ട് അവർ ഹെയർ ഓയിൽ യൂസ് ചെയ്യാറില്ല, എന്നാൽ വീഡിയോ ചെയ്യാമെന്നുള്ള ചില വളരെ റെയറായിട്ടുള്ള കേസുകൾ. നമ്മളെ ചുറ്റുപാട് നമുക്ക് സപ്പോർട്ടീവായി നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടൈമാണ്. സാറിൻ്റെ ബിസിനസ്സിൽ എങ്ങനെയായിരുന്നു ആ ഒരു സോഷ്യൽ മീഡിയനെ ഇൻഫ്ലുവൻസിങ്? അതായത് ഞാൻ ഒരുപാട് സെഗ്മെൻറ്റ്സിൽ ആഡായിട്ട് ചെയ്തിട്ടുണ്ട്. TVCയിൽ ചെയ്തിട്ടുണ്ട്, ന്യൂസ് പേപ്പേഴ്സിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് കൺസ്യൂമറിലേക്ക് ഏറ്റവും സ്പീഡായിട്ട് എത്തിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ചെറിയ കുട്ടികൾ മുതൽ ഇവർ വർക്ക് ചെയ്യുന്ന കിച്ചണിൽ പോലും ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടായിരിക്കും അവിടെ വർക്ക് നടക്കുന്നുണ്ടാവും. അത്രയും ആളുകൾ മൊബൈലിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായിട്ട് അഡിക്റ്റഡാണ്. അപ്പോൾ എത്രയും കൺവീനിയൻ്റ് ആയിട്ട് അവരെ ഈവൻ നമ്മളെ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സൈഡ് നോക്കിയാൽ പോലും അഫോർഡബിൾ ആയിട്ട് ഒരു പത്രത്തിൽ ഇപ്പോൾ നമ്മളൊരു ആഡ് കൊടുക്കുന്ന ഫണ്ട് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു എന്ന് വെച്ചാൽ അതൊരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ് ന്യൂസ് പേപ്പർ ആഡ്സ് ഒക്കെ. പക്ഷെ കൺസ്യൂമറിലേക്ക് കറക്റ്റ് അവെയറായി എന്താണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിലേക്ക് എത്താൻ ഏറ്റവും സ്പീഡപ്പ് ആയിട്ടുള്ള മാർഗ്ഗമാണ് സോഷ്യൽ മീഡിയ. അത് എൻ്റെ ബ്രാൻഡിലാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൊളാബ്സ് ഞാൻ ഇപ്പം ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു UAE-യിലാണെങ്കിലും നാട്ടിലാണെങ്കിലും GCC-യിലാണെങ്കിലും ഒക്കെ അതും അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേര് നമ്മളിത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന് ഇപ്പോൾ ഈവൻ ചില പേജസ് അല്ലെങ്കിൽ ചില ഇൻഫ്ലുവൻസർ സജഷൻസ് നമ്മൾ ടീം വർക്ക് ചെയ്യുമ്പോൾ ചില ആൾക്ക് ചിലപ്പോൾ 2000 ഫോളോവേഴ്സ്. അപ്പോൾ ഇതേപോലെ ഉമ്മാടെ ഞാൻ പറയുമ്പോൾ അവർ ചെറിയ ഫോളോവേഴ്സ് ഉള്ളു, കുറവാണ് പറയുമ്പോൾ ഇമ്മ പറയാറുണ്ട് അതൊന്നും ചെറുതായി കാണണ്ട, അല്ലെങ്കിൽ അവരെ 2000 ഉള്ളൂ, ഇന്നത്തെ 2000 ആയിരിക്കും എന്താ പറയുക നാളെ 2 മില്യണോ ഫോളോവേഴ്സിലേക്ക് വരിക. അവരെ ഏതൊരാളെയും നമ്മൾ അവരുടെ ഓഡിയൻസും അവരെ കണ്ടൻസിൻ്റെയും ക്വാളിറ്റി നോക്കിയാൽ മതി. അതാണ് നമ്മൾ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരുന്ന ആളുകൾ ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടെന്ന് സപ്പോർട്ടിങ് ആയിട്ടും. പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്നൊരു രീതിയും, അതായത് ഉമ്മാക്ക് നിർബന്ധം ഏത് ഇൻഫ്ലുവൻസർ ആണെങ്കിലും ആര് ചെയ്യുമ്പോഴും അവർക്ക് ഒരു 2 ബോട്ടിലോ 3 ബോട്ടിലോ ഹെയർ ഓയിൽ ആദ്യം അയച്ചു കൊടുക്കും. ഉമ്മ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് പറയും നിങ്ങളൊരു 2 വീക്സോ എങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച്, ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഫീൽ ചെയ്താൽ മാത്രം നിങ്ങളത് പോസ്റ്റ് ചെയ്താൽ മതി, ബാക്കി അതിൻ്റെ സൈഡുകളൊക്കെ നെക്സ്റ്റാണ് നിങ്ങളെ. അപ്പം അവരും ഇങ്ങോട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങോട്ടത് പറയാറുണ്ട്, എൻ്റെ ഓഡിയൻസിനെ ഞാൻ ജെന്യുവനായിട്ടേ പറയുള്ളൂ, ഞങ്ങൾ യൂസ് ചെയ്തിട്ട് പറയുള്ളൂ. അപ്പോൾ നമുക്കും ഹാപ്പിയാണ്. കാരണം നമ്മൾ എന്ത് കൺവേ ചെയ്യാൻ നോക്കുന്നു എന്നുള്ളത് റിയലായി ചെയ്യുമ്പോഴേ അത് എൻ്റെ കൺസ്യൂമർക്ക് എന്തേ ഉള്ളൂ, അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പിച്ചിങ് ഉമ്മയാണോ അല്ലെങ്കിൽ സാറിൻ്റെ ഡയറക്റ്റ്? നമ്മൾ ടീം തന്നെ ഉണ്ട്. നമ്മൾ ടീം മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്ത് മോസ്റ്റ്ലി സംസാരിക്കൽ ഉമ്മയായിരിക്കും. ഉമ്മാക്ക് ഉമ്മാൻ്റെ കുറച്ച് കാര്യങ്ങൾ അവരെ ധരിപ്പിക്കാനുണ്ടാവും. ഉമ്മ എന്താണ് പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഉമ്മാൻ്റെ ഒരു വിഷൻ അവരോട് പറയുമ്പോഴാണ് അവരൊന്നും കൂടെ സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് വരാറുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അവർ ആ വീഡിയോയിലാണെങ്കിലും അവരുടെ പ്രസൻറ്റേഷനിലാണെങ്കിലും അവരൊരു ആ ഒരു ഡെഡിക്കേഷൻ കൊടുക്കാറുണ്ട്. അതെ, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാറുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാന്നല്ല, നമ്മളൊരു സർവീസ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അത് അവർക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. മണി മേക്കിങ്ങിലുപരി അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് 21 ഇയേഴ്സായി. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് അയൽവാസികളിൽ കൊടുത്തു തുടങ്ങിയതാണ്. ഇന്നും നമ്മളത് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ക്വാളിറ്റി കൊണ്ടും അല്ലെങ്കിൽ കസ്റ്റമറെ റിലേഷൻ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരിക്കലും പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു മാർക്കറ്റിലൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ആഡ് കണ്ട് എൻക്വയറി ചെയ്യുന്നവരുണ്ടാവും. ഇതിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ കേട്ടാണ് ഒരു ബോട്ടിൽ മേടിച്ചു, റിസൾട്ട് കിട്ടിയില്ല, പിന്നെന്തോ കമൻ്റ് ഇട്ടു എന്നൊരു അതൊരു ഒരുപാട് പേര് ചെയ്യാറുണ്ട്. നമുക്ക് മോസ്റ്റ്ലി കമൻസ് വരുന്നതൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഉപയോഗിച്ചു, റിസൾട്ട് കണ്ടില്ല എന്നൊരു കമൻറ്റ് കണ്ട ഞാനവർ പേഴ്സണലി മെസ്സേജ് അയച്ച് അവരെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് വാങ്ങിച്ച് എന്താ പറയുക ഉമ്മയോ ഞാനോ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യും.
എന്തിനാന്ന് വെച്ചാൽ ഒരു പക്ഷെ അവർ അല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ഹെയ്റ്റ് ക്യാമ്പയിനിങ് അങ്ങനെ ആരെങ്കിലും ചെയ്തതായിട്ടോ അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു ദുരുപയോഗം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേര് പക്ഷെ നമ്മളതിൽ ബോധേഡാവാറില്ല. ഞാൻ ആരാണോ ചെയ്തത് അവരെ മെസ്സേജ് അയച്ച് നമ്പർ വാങ്ങിച്ച് സംസാരിക്കും. ഒരു പക്ഷേ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ ഒരു ബിസി ടൈമിൽ ഒരു പാർട്ടായിരിക്കും, ചിലപ്പോൾ അഴകിന്നവരുടെ പേരും അത് മുടി കൊഴിച്ചിന് ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ബൈ ചെയ്യുന്ന പെട്ടെന്ന് വാങ്ങിക്കും. അപ്പോൾ അത് യൂസ് ചെയ്ത് 1 ബോട്ടിൽ അവർ യൂസ് ചെയ്തിട്ടാൽ ചിലപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും. നമ്മൾ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരു ബോട്ടിൽ ഇത്ര ദിവസത്തിനുണ്ടാവും, കണ്ടിന്യൂ ചെയ്ത് 3 മന്ത് ഉപയോഗിക്കണം. ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് അത് എല്ലാവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ചില ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ട് വരും, ചില ആളുകൾക്ക് 3 മന്ത് എടുക്കും, 2 മന്ത്, അതൊക്കെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് അവരോട് കറക്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ തന്നെ വന്നിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ബോട്ടിൽ പർച്ചേസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ചെയ്യാത്ത കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് അറിയണ്ട, അവർ ജസ്റ്റ് ആ കമൻറ്റിന് വേണ്ടി നമുക്ക് റിപ്ലൈ ചെയ്യാത്തവരുണ്ട്. നമ്മൾ കോൺടാക്ട് നമ്പർ ചോദിക്കും. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഒരു പക്ഷേ പർപ്പസ്ഫുള്ളി ചെയ്തതായിരിക്കാം. കാരണം നമുക്ക് ഒരുപാട് പോസിറ്റീവ് സൈഡ്, ഒരിക്കലും പോസിറ്റീവ് മാത്രമല്ല, എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് ടേക്ക് കെയർ ചെയ്ത് പോകും. കമൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റ് നോക്കുമ്പോഴും കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കമന്റ്സ് ഉണ്ടാവും. അതിന് പുറമെ ചിലത് കോമഡി ആയിട്ട് തോന്നും. ചില കമന്റുകളൊക്കെ ഞങ്ങളെന്നെ ചിരിക്കാറുണ്ട് കണ്ടിട്ട്. അത് ഭയങ്കര ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഉമ്മാക്ക് ഭയങ്കര വിഷമം തോന്നിയാണ് കമൻറ്റ് കണ്ടിട്ട്. ആൾ 15 വർഷമായിട്ട് ആൾക്കുള്ള പ്രോബ്ലമാണ് ഡാൻഡ്രഫിൻ്റെ ഒരു ഭയങ്കര ഹാർഡ് ഫോമാണ് അതിൻ്റെ. അപ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം ഇതിൽ ഒലിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടാണ് ആൾ കമൻ്റ് ഇട്ടത്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമ്മ അത് വാച്ച് ചെയ്തിട്ടുണ്ട്. ഉമ്മ വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഉമ്മ എന്ത് ചെയ്ത് അവർ പേഴ്സണലി മെസ്സേജ് അയച്ചു. ആ പയ്യൻ്റെ നമ്പർ അപ്പോൾ നാദാപുരമുള്ളൊരു ആളെ നമ്മളൊരു വീഡിയോ നമ്മളെ പേജിലിട്ടിട്ടുണ്ട്. ഉമ്മ അവരെ പേഴ്സണലി വിളിച്ചു. ഉമ്മ ഒരു ബോട്ടിൽ ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തു. ഉമ്മ അവരോട് പറഞ്ഞ് ഈ യൂസ് ചെയ്തിട്ട് നിനക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. പയ്യനെ അയച്ചു കൊടുത്തപ്പോൾ ഏകദേശം ഒരു 1.5-2 ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് നല്ല റിസൾട്ടായി. നല്ല ഹെവി റിസൾട്ട്. അതായത് അവന് ഹെയർ ഒന്നും ഭയങ്കര ഷോർട്ടായിട്ട് കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അബുദാബി ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്നത്, GCC തന്നെ. അപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ഡാൻഡ്രഫായ കാരണം ആൾക്ക് ഹെയർ ഷോർട്ടായിട്ട് കട്ട് ചെയ്യാനോ ബ്ലാക്ക് ഡ്രസ്സ് ഇടാനൊന്നും പറ്റൂലായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഉമ്മ പോയ ആളെ മീറ്റ് ചെയ്ത് വീഡിയോ നമ്മളെ പേജിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയും ഒരുപാട് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളെ സൈഡിൽ നിന്ന് മാക്സിമം കസ്റ്റമറെ എന്താണോ അവരെ പ്രോബ്ലം അത് മനസ്സിലാക്കി സോൾവ് ചെയ്യാനുള്ള ഇതിൽ തന്നെ മനസ്സിലാവുണ്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ ജെന്യൂനിറ്റി. ഇപ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ അതെ, ഇന്നലെ എനിക്കൊരു കസ്റ്റമർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഞാനൊരു ബോട്ടിൽ ഉപയോഗിച്ചു നോക്കും, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പം നെക്സ്റ്റ് അവർ അബുദാബിയിലായിരുന്നു. അവരിപ്പോൾ ബ്രാഞ്ച് ചേഞ്ച് ചെയ്തിട്ട് ഷാർജയിലേക്ക് ജോബ്. അപ്പോൾ എവിടെ കിട്ടാന്ന് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ ഇന്ന ഷോപ്പുകളിലാവേ നമ്മളെ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അന്ന് അവർ ഹോം ഡെലിവറി ആവായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് റിസൾട്ട് ഉണ്ട് കേട്ടോ 1 ബോട്ടിലോട്ട്. എൻ്റെ പറഞ്ഞ് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് അത് മാറ്റം ഉണ്ടാവട്ടെ, റെഗുലറായിട്ട് 3 മന്ത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പറയാം തീർച്ചയായും, കാരണം ഇവിടെ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രോബ്ലം സോൾവ് ആവണില്ല. ഇവിടുത്തെ ഹെയർ ഫോളിനാണെങ്കിലും ഡാൻഡ്രഫിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളം, ക്ലൈമറ്റ്, വർക്ക് പ്രഷർ. നമ്മളെ സ്ട്രെസ് അത്രത്തോളാണ് ഇവിടെ. ഏത് എന്താ പറയുക, വലിയ ഫേമിൽ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ ടെൻഷൻ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ ജോലിക്കും അവരുടേതായ സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അതുകൂടെയാണ് ഇതിന് കാരണം. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ 3 മാസം യൂസ് ചെയ്തു, നിങ്ങൾ റിസൾട്ട് കണ്ട്, നിങ്ങൾ ചേഞ്ചസ് ആയി, ഹെയറൊക്കെ തിക്നെസ് വന്നു, എന്നാലും നിങ്ങളൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഒരു 2 വീക്കിലെങ്കിലും ഒരു ടേക്ക് കെയറിങ് പോലെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം നിങ്ങൾ വീണ്ടും അതേ വെള്ളത്തിലേക്കാണ് പോകുന്നത്, ആ പ്രോബ്ലം സോൾവ് ആവണില്ലല്ലോ. അപ്പോൾ ഒരു ടേക്ക് കെയർ ചെയ്ത പോലെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് കസ്റ്റമർ ഇപ്പോൾ 9 മന്തായിട്ടും 1 ഇയർ ആയിട്ടൊക്കെ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് അവിടുത്തെ നമ്പറിൽ വിളിച്ച് വാങ്ങിക്കാറുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. നമുക്ക് നല്ലൊരു റിലേഷൻ ഉണ്ട് കസ്റ്റമറിനായിട്ട്. നമ്മളൊരിക്കൽ എനി ടൈം നമ്മളെ കോൺടാക്ട് ചെയ്യാൻ അവർക്കൊരു, അത് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞല്ലോ, രാത്രി വിളിച്ചാലും നമ്മൾ കോൾ അറ്റൻഡ് നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഓരോരുത്തരെ ടൈമിങ് ഓരോ സമയമായിരിക്കും. എനിക്ക് ഒരുപാട് കഫ്റ്റീരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ രാത്രി 3 മണിക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും കുഴപ്പമില്ല, അവരത് അറിയാൻ വേണ്ടി വിളിക്കുന്നതാണ്.
ആ കസ്റ്റമറെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് വിൽക്കുന്നതിലുപരി അവരെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. പിന്നെ അതേപോലെ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മെജോറിറ്റി അവരുടെ കയ്യിലാണ് കിടക്കുന്നത്. ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് അവരാണ് ഫൈനലി. അതായത് ഞാൻ അൽഹംദുലില്ലാ ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. ഇതുവരെ നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവിടെ UAE-ലുള്ള റഫാ ഇൻ്റർനാഷണൽ ആണെങ്കിലും ഇപ്പോൾ നമ്മളെ ഒമാനിലുള്ള ഇപ്പോൾ നമ്മളൊരു അലോഫുക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഒമാനിൽ ചെയ്തത്. അവിടുത്തെ ലീഡിങ് ബ്രാൻഡ്സ് ഇപ്പോൾ ഇവിടുത്തെ UAE അതുപോലെ ഓരോ കൺട്രീസിലും ഖത്തറിലാവട്ടെ, ബഹ്റൈനിലാവട്ടെ, കുവൈത്തിലാവട്ടെ, എല്ലാ കൺട്രീസിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു മെൻഡറെ പോലെയാണ് അവർ ബിഹേവ് ചെയ്യാറ്. കാരണം നമ്മളെക്കാൾ ഒരുപാട് അനുഭവമുള്ള ആളുകളാണ് നമ്മളൊരു ബ്രാൻഡാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ പല സെഗ്മെൻറ്റ്സിലുള്ള പല ബ്രാൻഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരൊരുപാട് എന്താ പറയുക സജഷൻസ് ആയിട്ടും ഒക്കെ നമുക്ക് തരാറുണ്ട്. നമ്മളെ ബ്രാൻഡ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് അവർ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ, കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമ്മളെക്കാളും എഫേർട്ട് ഇടുന്ന മറ്റൊരു ഗ്രൂപ്പാണ് അവർ. നമ്മളതിൻ്റെ ക്വാളിറ്റിയും പ്രൊഡക്ഷൻ സൈഡ് ഇടുന്ന പോലെ പ്രോപ്പർ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള എല്ലാ സെഗ്മെൻറ്റ്സിലും അവൈലബിൾ ആക്കി ഏത് കസ്റ്റമറിനും അത് ഏറ്റവും റെലവൻ്റ് ആയിട്ട് കളക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാക്കുന്ന അവരാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് വളരെ വലുതാണ്. അത് ഞാൻ എല്ലാ ഡിസ്ട്രിബ്യൂട്ടറോടും ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. നിങ്ങളാണ് നമ്മളെ കസ്റ്റമറെ പോലെ തന്നെ നിങ്ങളാണ് മറ്റൊരു സെഗ്മെൻറ്റ് നമ്മളെ ഉയർച്ചയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. എല്ലാവരായിട്ടും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഞാൻ ഭയങ്കര റിലേഷനിലാണ്. കാരണം ഭയങ്കര ഞാൻ എപ്പോഴും എന്നും ഞാൻ അവരായിട്ടൊക്കെ കോൺടാക്ട് കീപ്പ് ചെയ്യാറുണ്ട്. തോന്നുന്നു കഴിഞ്ഞ പോഡ്കാസ്റ്റിന്റെ ഷൂട്ടിന്റെ ടൈമിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോണമെന്നില്ലൊരു അല്ലേ, അതായത് അവര് ഒരു പക്ഷേ മാർക്കറ്റ് വിസിറ്റ് ചെയ്താൽ വിളിച്ചിട്ട് ഞാനത് ഭയങ്കരമായിട്ട് ചെയ്യാറാണ്. കാരണം അവരെ ടൈം മുടക്കിയിട്ട് നമ്മളെ കൂടെ വരുമ്പോൾ നമ്മളും അതിന് തയ്യാറാണ്. അൾട്ടിമേറ്റ്ലി എല്ലാവരും എയിം എന്താണ്, ബ്രാൻഡ് വലുതാക്കുക, കസ്റ്റമറെ ഹാപ്പി ആക്കാന്നുള്ളത്. അപ്പോൾ അതിന് നമ്മളെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ അവരുടെ പ്രൊഡക്റ്റ് പോലെ തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സജഷൻസ് ഒക്കെ സാർ ഇപ്പോൾ സ്വീകരിച്ച് ആ രീതിയിലേക്ക് മാറലുണ്ടോ? ഒരുപാട് കേസിൽ ഇപ്പോൾ UAE മാർക്കറ്റിൽ ഇത് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇവിടുത്തെ പൾസറിയാണ്. അത് അവർ പറയുന്നത് ഇപ്പോൾ നമ്മളെ സലീംക്ക എന്ന് പറയും. സലീംക്ക നമുക്ക് ഒരുപാട് സജഷൻസ് തരാറുണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം, നമുക്ക് അവിടെ ഈ രീതിയിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ സ്വീകരിക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഒമാനിൽ ഇർഫാൻ ഞാൻ ഭയങ്കര ക്ലോസാണ്. ആളൊക്കെ നമുക്ക് ഒരുപാട് ഇവിടെ എനിക്ക് പല ആളെ സെഗ്മെൻ്റ് അല്ലല്ലോ, ആൾക്കൊരു ഗുണമില്ലെങ്കിൽ പോലും മറ്റ് കൺട്രീസിലുള്ള കാര്യങ്ങൾ പോലും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു ബ്രദറിനെ പോലെ നമ്മളെ കൂടെ നിന്നിട്ട് അല്ലെങ്കിൽ ബ്രാൻഡിലുള്ള ഒരു ട്രസ്റ്റ് കാരണം ഇത് ഡെവലപ്പ് ചെയ്യണം ചിന്തിച്ച് ഇവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേട്ടോ. നമ്മൾ അവരെന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കാറുണ്ട്. കാരണം അവരും ചിന്തിക്കുന്നത് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം 11 വർഷം എടുത്തു ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ UAE പ്ലേസ് ചെയ്യാൻ. അവിടെ ഒരു ലോങ് ജേർണിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒരു 6-7 മാസം കൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാ GCC കൺട്രീസിലും നമ്മൾ സ്പ്രെഡായതും. ഇവിടെ ഞാൻ പറയല്ലോ, ഞാനും ഉമ്മയും ഒരു റൂമിലിരുന്ന് ഫില്ല് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് ഈവൻ ഇന്ന് ലീഡിങ് ഹൈപ്പർമാക്സായ ലുലുലും നെസ്റ്റോലും എല്ലാ കൗണ്ടേഴ്സിലും കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഞാനിപ്പോഴും പർച്ചേസിനൊക്കെ പോകുമ്പോൾ ചില ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, വല്ല പോയിട്ട് നമ്മൾ ആ സെക്ഷനിലൊന്ന് നോക്കും നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടോ. അപ്പോൾ അവിടെ അതൊരു ഡിസ്പ്ലേയിൽ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രൗഡ് ഉണ്ട് മനസ്സിനുള്ളിൽ. ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ്. അതിനും ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെയാണ്. പ്ലേസ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പ്രൊഡക്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോഴത്തെ UAE പോലത്തെ അത്രയും എന്താ പറയുക സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ GCC പോലത്തെ കൺട്രീസുകളിൽ അത്രയും ഒരുപാട് ലീഗൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ സക്സസ്ഫുള്ളായി ഒരു പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യുക എന്നുള്ളത് അവരെ എഫേർട്ടും കൂടെയാണ്. അത് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ആ കാര്യത്തിൽ. അപ്പോൾ ഉമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലുലുവിലൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ഫേസ് ചെയ്യുക, അത് പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതൊക്കെ ഒമാനിലൂടെയൊക്കെ നമ്മൾ ഫസ്റ്റ് കൗണ്ടേഴ്സിലൊക്കെ കയറിയപ്പോൾ നമ്മളന്ന് ഭയങ്കര ഇമോഷണലി നമ്മൾ ഭയങ്കര ഇതായ സമയമായിരുന്നു അന്നൊക്കെ. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതേപോലെ നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം നാട്ടിലുള്ള ഒരു പ്രൊഡക്റ്റ് UAE എത്തിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുണ്ടോ? കോസ്റ്റ് ഭയങ്കര കൂടുതലാണോ?
ഇല്ല, ഓരോ രാജ്യത്തിൻ്റെതായ രീതിയിലുള്ള കോസ്റ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ലീഗലി നമുക്ക് 1-2 സ്റ്റെപ്സ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ അപ്രൂവൽസും എല്ലാ ലൈസൻസിങ്ങും ഇവിടെ സബ്മിറ്റ് ചെയ്ത്, ഇവിടെ യു എയിലാണെങ്കിൽ യു എയുടെ ഒരു ലീഗൽ അതോറിറ്റിയുടെ ഒരു ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓൾ GCCക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അവിടുത്തെ ടെസ്റ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യു എയിൽ നിന്നും കൂടെ അപ്രൂവ്ഡ് ആകുമ്പോൾ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അവിടെ ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ എല്ലാ കൺട്രീസിനും ഓൾറെഡി സെപ്പറേറ്റ് ടെസ്റ്റഡ് ആണ്. അപ്രൂവൽസ് എല്ലാ കൺട്രിയിലും നമുക്കുണ്ട് GCCയിൽ. അത് അപ്രൂവലിന് കൊടുത്ത് അതിൻ്റെ അപ്രൂവൽ വരേണ്ട ഒരു ടൈം പീരീഡ് അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് കൺസൈൻമെൻറ്റ് എന്ത് ചെയ്യാം, ഷിപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓരോ ഷിപ്മെൻറ്റ് വരുമ്പോഴും അതിൽ നിന്ന് ഓരോ പീസ് അവർ സാമ്പിൾ കൊണ്ടുപോകാറുണ്ട്. ഇവിടെ അതിൻ്റെ ടെസ്റ്റ് അതേ പ്രൊഡക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളതൊക്കെ അവർ ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ 100% ഷുവർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്പീഡപ്പായിട്ട് തന്നെ ചെയ്യാം. അതേപോലെ നമ്മളിപ്പോൾ നേരത്തെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എനിക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല പേരെടുത്ത് പറയണം എന്നല്ല, ഒരുപാട് ആൾക്കാർ ചെയ്തുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി അത് ചില കേസിൽ വരാറുണ്ട്. അവർ ഹെയർ ഓയിൽ യൂസ് ചെയ്യാറില്ല, എന്നാൽ വീഡിയോ ചെയ്യാമെന്നുള്ള ചില വളരെ റയർ ആയിട്ടുള്ള കേസിൽ. പക്ഷെ ഉമ്മ അവരോട് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ഉമ്മ അവരോട് പറയും, ഒന്നുമല്ല, എനിക്ക് നിങ്ങളത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഉമ്മ പറയും, എനിക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളത് യൂസ് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോഴാണ് നിങ്ങൾ 100% അതിൽ പറയുള്ളൂ. അപ്പോൾ അവർ എടുക്കുന്നത്, അപ്പോൾ ഉമ്മ അത്രയും അതിൽ എന്താ പറയുക, ട്രസ്റ്റഡ് ആണെന്നുള്ളൊരു കോൺഫിഡൻ്റ് ആണെന്നുള്ളൊരു ഇത് അവർക്ക് കൺവേ ആകുമ്പോൾ അവർ യൂസ് ചെയ്യാൻ തയ്യാറാവാറുണ്ട്. അത് വളരെ റയർ കേസിലേ ഉള്ളൂ. കാരണം കൂടുതൽ പേര് നമ്മളോട് ഇങ്ങോട്ട് അത് ആദ്യം പറയാറുണ്ട് ഞാൻ യൂസ് ചെയ്ത്. ശരിയാണ്. ഞാൻ അതിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഉമ്മൻ്റെ ഒരു കൈ തൊടാത്തൊരു ബോട്ടിൽ പോലും. അതെ, അതായത് ഉമ്മ മാനുഫാക്ചറിങ് സൈഡിൽ കംപ്ലീറ്റ്ലി ഉമ്മൻ്റെ പ്രസൻസ് ഉണ്ടാവും. അത് പച്ചമരുന്ന് വന്ന് ലോഡ് വരുന്ന അന്ന് മുതൽ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഓരോ സ്റ്റേജിലും ഉമ്മ ഉണ്ടാവും. ഈവൻ ഫില്ലിങ് പോലും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഉമ്മ അവിടെ പ്രസൻസിൽ നിന്ന് ഉമ്മക്ക് അത്ര നിർബന്ധമാണ്. അത് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. ഇപ്പോൾ ഈ നമുക്ക് കോസ്റ്റിങ്ങിൽ ഒരുപാട് പേര് പറയാറുണ്ട്, റോ മെറ്റീരിയൽ പല ചീപ്പ് കോസ്റ്റിൽ കിട്ടാനുണ്ട്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണെങ്കിലും അതേപോലെ എള്ളെണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് ഇപ്പോൾ ഭയങ്കര ഹൈ കോസ്റ്റുള്ള സമയമാണ്. പക്ഷെ ആ കോസ്റ്റിലും ഉമ്മ ഹൈ കോസ്റ്റിന് പോയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാറ്. നമ്മളെങ്ങനെയാണോ ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്യാൻ വാങ്ങുന്ന സ്ഥലത്തുനിന്ന് ഡയറക്റ്റ് പോയിട്ട് അമ്മ പർച്ചേസ് ചെയ്യാറ്. അപ്പം അത് ഉമ്മ കൊടുക്കുക. എനിക്ക് തോന്നുന്നു ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ടായിരിക്കും പ്രൊഡക്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഗ്രോത്തിലേക്ക് പോകുന്നത്. ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ കസ്റ്റമറും നമുക്ക് എന്താ പറയുക, ധൈര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എല്ലാത്തിനുപരി നമുക്കൊരു മനസ്സമാധാനം വേണമല്ലോ. അതിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ പോസ്റ്റ് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ റീല് കാണുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടില്ലേ? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ നമ്മളെ മുന്നത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എന്നെ കുറേ എന്നെ നേരിട്ട് വന്നിട്ടൊക്കെ, സത്യത്തിൽ നീ ആ പൈസ ബാക്കി കൊടുത്തിരുന്നോ, നമ്മുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് അവരെ അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അറിയാത്ത ഒരുപാട് പേരുണ്ട്. ചില ആളുകൾക്ക് കാണുമ്പോൾ നമ്മൾ ബിസിനസ് ഇങ്ങനെ ഹെയർ ഓയിലൊക്കെ ആയിട്ട് ചെറുപ്പം മുതൽ ഭയങ്കര സെറ്റപ്പിലാണ് പോകുന്നതെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സേ ഉണ്ടാവുള്ളൂ. നമ്മൾ കറക്റ്റ് റിയലായിട്ട് ഫേസ് ചെയ്യുന്നത് വളരെ ചുരുക്കം ആളുകളെ നമ്മളെ യഥാർത്ഥ സിറ്റുവേഷൻ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ജേണി ഞാൻ എത്രത്തോളം ഞാൻ കഥ പറഞ്ഞാലും അതിലൊക്കെ എത്രത്തോളം എക്സ്ട്രീമിലൂടെ ഞാൻ ഉമ്മൊക്കെ കടന്നു പോയതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അത് ഇപ്പോഴും നമുക്കത് ഭയങ്കര ഒരു അന്ന് കൂടെ അതേപോലെ തന്നെ ഒരു സർക്കിൾ അല്ലേ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പോയിന്റിൽ നമ്മൾ സ്റ്റക്ക് ആവാറുണ്ട്. എനിക്ക് ഉമ്മ പറയും, ഈ വറീഡ് ആവരുത് ചില സിറ്റുവേഷൻസിൽ. ഞാൻ ഉമ്മാനെ ഭയങ്കര ഡിപ്പെൻഡാണ്. നിങ്ങൾ എൻ്റെ എല്ലാ എന്ത് ഞാൻ സംസാരിക്കുമ്പോൾ അത് ഒന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉമ്മയിലോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയിലായിരുന്നു. അത് ഞാൻ ഭയങ്കര ഡിപ്പെൻഡാണ്. ഉമ്മ അങ്ങനെ മൗൾഡ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ചില സ്റ്റേജസിൽ നമ്മൾ സ്റ്റക്കായത് ഫിനാൻസിൻ്റെ കാര്യത്തിലായിരിക്കും. ഇപ്പോൾ സാറ് എനിക്ക് തോന്നുന്നു നമ്മളൊരു കാഷ്വൽ ടോക്കിൽ പറഞ്ഞൊരു കാര്യമാണ്,
എന്തായിരുന്നു തടി കുറക്കി മോനെ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ ഉമ്മൻ എന്നോട് പിറ്റത്തെ നേരം പറയും അല്ല ഈ കഴിച്ചോ എന്ന് ക്ഷീണിച്ചിരിക്കുന്നു പറയുന്നത്. അങ്ങനെ മോൾഡ് ചെയ്യുന്നതാണ് ഉമ്മൻ. ഉമ്മക്ക് അത്ര ഇഷ്ടമാണ് എനിക്ക് അങ്ങോട്ടും. ഞാൻ ഭയങ്കര അതേപോലെ സപ്പോർട്ടീവാണ് എൻ്റെ വൈഫ്, എൻ്റെ സിസ്റ്റേഴ്സൊക്കെ. അപ്പോൾ ഈ എല്ലാ റീൽസിലും ഒരുപാട് പേര് ബിസിനസ്സുകാരെ വൈഫുമാർ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാ സ്റ്റേജും കാണുന്നത് അവരാവുമല്ലോ. നമുക്ക് എല്ലാ ദേഷ്യവും നമ്മളെല്ലാ ഫ്രസ്ട്രേഷനൊക്കെ കാണേണ്ടി വരും അവരെ. പക്ഷെ അതിലൊക്കെ എൻ്റെ വൈഫാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഈവൻ ഇപ്പോഴും കമ്പനിയുടെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഷെയർ ചെയ്തിട്ട് ചെയ്യേണ്ട വർക്കുകളൊക്കെ ചെയ്യാറുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലും നമ്മളെ ചുറ്റുപാട് നമുക്ക് സപ്പോർട്ടീവായി നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രഗ്ലിങ് സ്റ്റേജ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറയും നിമിത്തം പോലെ, അല്ലെങ്കിൽ അന്നൊക്കെ ഈ ഉമ്മ ഇങ്ങനെ പറയാതെ ഈ ബേജാറാവണ്ട, അത് പടച്ചോൻ എന്തെങ്കിലും വഴി കാണിച്ചു തരുന്നു പറയും. അതുപോലെ തന്നെ നമ്മൾ വീണ് പോയി അല്ലെങ്കിൽ മുട്ടുകുത്തി എന്നൊക്കെ നമ്മൾ ഇനി ഇല്ല, ഇനി അടുത്ത സ്റ്റെപ്പ് ഉണ്ടാവില്ല, ഒന്നും ചെയ്യാനില്ല, അഴുകി നിൽക്കാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന ടൈമിലായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത, നമ്മൾ ഒരിക്കലും അവരായിരിക്കും ഹെൽപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കാത്ത ആളുകളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഫിനാൻഷ്യൽ സൈഡ് ആയിക്കോട്ടെ, അല്ലാതെ മെൻ്റൽ സപ്പോർട്ട് ആയിക്കോട്ടെ, ഒരുപാട് പേര് കേട്ടോ. അതിൽ വളരെ അടുത്തൊക്കെ റീസെൻ്റായിട്ടൊക്കെ ഒരുപാട് പേര് ഒരുപാട് സ്റ്റേജസിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അതൊക്കെ കൊണ്ടായിരിക്കും. ഐമൻ എന്നുള്ളൊരു ബിസിനസ് മാൻ ഒരു കൂൾ ബിസിനസ് മാൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു ഹാർഷ് ക്യാരക്ടർ ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഞാൻ എല്ലാവരും ഭയങ്കര, ഞാൻ മുന്നേ പറഞ്ഞു ഞാൻ ഭയങ്കര ഓപ്പണപ്പാണ്, ഞാൻ ഭയങ്കര ക്ലോസ് ആവും, എല്ലാവരും പെട്ടെന്ന് മിങ്കിളായി ഞാൻ അതിൻ്റെ 100% കൊടുക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അത് ഇങ്ങോട്ട് പല സിറ്റുവേഷൻസിലും കിട്ടാത്ത സിറ്റുവേഷൻസും വരാറുണ്ട്. അപ്പം ഞാൻ ഡൗൺ ആവും. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ തളർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ സാറിനോട് തന്നെ ഇപ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് എടുത്തിട്ട് കൊള്ളാം, ഇതിന്ന് കുറെ കാര്യങ്ങൾ, അതായത് അനുഭവങ്ങളാണ്. ഞാൻ അത് ചെറിയ സ്റ്റേജിൽ ഇതിലേക്ക് ഇറങ്ങിയോണ്ടായിരിക്കും. ഞാൻ ഒരുപാട് ആളുകളായിട്ട് ബിസിനസ്സിലായിട്ടും എല്ലാവരും ഒരുപാടായിട്ട് ഞാൻ മിങ്കിൾ ചെയ്തിരുന്ന കാരണം അവരെന്നെ കാണുമ്പോൾ ഒരു ചെറിയ പയ്യനാണ്. ഇപ്പോഴും എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിലും വലിയ ബിസിനസ്സുകാരൊക്കെ കാണുമ്പോൾ ഒരുപാട് സജഷൻസ് ആയിട്ടും അവർ തരാറുണ്ട്. അപ്പം അത് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളെക്കാളും സക്സസ്ഫുള്ളായ ഒരുപാട് പേര് നമുക്ക് സജഷൻസ് തരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാവും. കാരണം അവരെ എല്ലാം എന്ത് അക്കാദമിക്സിനെക്കാട്ടും എക്സ്പീരിയൻസ് എന്ന സംഭവം ഭയങ്കര വലുതാണ്. അപ്പം അതൊരുപാട് എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്തു, അതിൽ നമ്മൾ വിചാരിക്കാതെ റീച്ച് എത്തിയ വീഡിയോസ് ഉണ്ടായിരുന്നു. നമ്മൾ ചില വീഡിയോസൊക്കെ നമ്മൾ എക്സ്പെക്റ്റഡിൻ്റെ മുകളിൽ പോകാറുണ്ട്. കാരണം അതിലെ റിസൾട്ട് ഒരുപാട് നമ്മൾ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും നമുക്ക് നല്ല റിസൾട്ടാണ് വരാറുള്ളത്. നമുക്ക് അത്രയും കോൾസ് ആയിട്ടും മെസ്സേജസ് ആയിട്ടും ഷോപ്പുകളിലായിട്ടും അല്ലെങ്കിൽ ആളുകൾ നമ്മൾ തിരിച്ചറിയുന്നതായിട്ടൊക്കെ ഒരുപാട് കേസസ് വരാറുണ്ട്. അത് ആ ചെയ്യുന്നവരെ സക്സസ് ആയിട്ടാണ് കാരണം അവർ ബിൽഡ് ചെയ്ത ട്രസ്റ്റാണ്, അവരുടെ ഓഡിയൻസിലുള്ള ട്രസ്റ്റായിട്ടാണ് കാണാറുണ്ട്. നമ്മൾ എക്സ്പെക്റ്റഡൊക്കെ മുകളിൽ റീച്ച് പോയ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ചിലപ്പോൾ ഒന്നിങ്ങനെ ഡൗൺ അല്ലെങ്കിൽ ഒന്നിങ്ങനെ ബിസിനസ് ചെറിയൊരു ഡൗൺ സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മളെ ഇതങ്ങോട്ട് പുഷായിട്ട് വരിക. അങ്ങനത്തെ ഒരുപാട് കേസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളെ ആഡ്സ് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം എൻ്റെ ഒരു കമ്പനീൻ്റെ ആഡ് എനിക്ക് കാണുമ്പോൾ ഒരു വേറൊരു ഫീലല്ല. അതെ തീർച്ചയായിട്ടും. അങ്ങനെ സാറിന് ആഡ്സ് ഒക്കെ കാണുമ്പോൾ എന്താ തോന്നാറ്? എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ അയച്ചു തരാറുണ്ട്. നമ്മൾ ചെയ്തത് കൂടാതെ തന്നെ വേറെ ആളുകൾ നമ്മളിതിൻ്റെ റിവ്യൂസ് ഇട്ട വീഡിയോസ് ഒക്കെ എനിക്ക് ചില ആളുകൾ സെൻഡ് ചെയ്ത് തരാറുണ്ട്, ഫ്രണ്ട്സൊക്കെ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. ഇവൺ അവരെ മനസ്സിൽ നമ്മൾ നിൽക്കുന്നുണ്ടാവും, അതുകൊണ്ടാണല്ലോ നമുക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസസിലൊക്കെ ഞാൻ പോലെ നമുക്ക് ഭയങ്കര പ്രൗഡ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഈ സ്റ്റേജിലേക്ക് എത്തിയല്ലോ എന്നുള്ള ഒരാളുകൾ പറഞ്ഞറിഞ്ഞ് വന്നിരുന്ന പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിൽ ആണെങ്കിലും ഷോപ്പുകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ ആളുകൾ കാണുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി വലിയൊരു സക്സസ്സിലേക്ക് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയും ഒരുപാട്
ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിക്കാനുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നതാണ്. അതിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സാറിന്റെ എന്താ പറയുക മുന്നോട്ടുള്ള ജേർണി തന്നെയാണ്. അതെ, അത് ഇനിയും മുന്നോട്ട് തന്നെ എത്തട്ടെ. ഇൻഷാ അല്ലാ. ഇനിയും കുറെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ 1-2 കാര്യങ്ങളൊക്കെ ബ്രാൻഡിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന രീതിയിൽ നമ്മൾ പ്ലാനിങ്ങിലുണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ സക്സസ്ഫുൾ ആയി വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു.